ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അതായത് ഭാര്യമാരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് ഓക്കെ ഉള്ളൊരു പേഴ്സൺ ആണോ, പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരാളാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ് പുരുഷന്മാരും ചിന്തിക്കാറുണ്ട്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്, എൻ്റെ ഭാര്യ ഒരു പെർഫെക്റ്റ് ഭാര്യയാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് ഉള്ള ഒരാൾ തന്നെയാണോ, എനിക്ക് വിശ്വസിക്കാമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട്. അതായത് അവരുമായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. മീൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവർ നിങ്ങളെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല എന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് അറിയാൻ കഴിയാന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ ഭർത്താവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളായ ഭാര്യമാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഈ ഭർത്താക്കന്മാരിൽ ഉണ്ടാവുന്ന സവിശേഷതകൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്നൊക്കെയുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവരൊരു മടിയും ഇല്ലാതെ തന്നെ അവരുടെ വീക്ക് പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സോ അവർക്ക് എന്താണ് ഒരു ബലഹീനതയായിട്ടുള്ളത്, ആ ഒരു കാര്യം അവർ ഓപ്പൺ ആയിട്ട് തന്നെ പറയും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറുമോ ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാവില്ല. അവരെന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു ചിന്ത അവർക്കുണ്ടായിരിക്കും. സോ അവരുടെ വീക്ക് പോയിന്റ് ആയാലും അവരുടെ സ്ട്രെങ്ത് ആയാലും എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അവരത് തുറന്ന് തന്നെ കാണിക്കും. ഒരിക്കലും അവർ മടിക്കില്ല ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ്. നിങ്ങളുടെ മുമ്പിൽ അവരെപ്പോഴും അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടാണ് ആ ഒരു പേഴ്സൺ ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കുള്ളൂ എന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ അവർ തന്നെ ആലോചിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഉത്തരമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എങ്കിൽ പോലും ഇനിയിപ്പോൾ അവരുടെ കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കും. നമുക്ക് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആകും, അല്ലെങ്കിൽ നിനക്ക് എന്താണ് തോന്നുന്നത്, എങ്ങനൊരു കാര്യം അവർ നിങ്ങളോട് കൂടി ചോദിക്കും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കൂടി മനസ്സിലാക്കി, അതായത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ ശരിക്കുമുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങളെ കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അവരെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊരു സ്വഭാവം അവരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവരൊരു എന്താ പറയുക, ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങളെ അത്രയും വിലമതിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ അവർ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കുകയും നിങ്ങളെ സഹായിക്കാനായിട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, എനിക്ക് ഇത്രയും ഒരു മീൻസ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു കാര്യത്തിൽ ഇത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനും കൂടി തയ്യാറാകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുകയും എന്ന് കരുതി എല്ലാ കാര്യവും അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ തന്നെ മനസ്സിലാവുള്ളൂ. നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം, നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം. അതൊരിക്കലും അവർക്ക് നമ്മൾ പറയാതെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയാതെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാമല്ല എങ്കിലും മിക്കതും അവർക്കത് അറിയാൻ കഴിയുന്നത് മാത്രമല്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് വേണ്ടിയും അവരുടെ ഫാമിലിക്ക് വേണ്ടിയൊക്കെ എടുക്കുന്ന ഒരു കുഞ്ഞു എഫേർട്ട് പോലും അവർ മനസ്സിലാക്കുകയും അതിന് നിങ്ങൾക്ക് വാല്യൂ തരുകയും ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും വളരെ ചെറിയൊരു കാര്യമായിരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അവരുടെ ഷർട്ട് അയൺ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്തു, ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചെറിയ ഡിഷൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ അവരതിനെ നിങ്ങൾക്ക് വളരെയധികം വാല്യൂ തരികയും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങളോട് ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ അഭിനന്ദിച്ച് സംസാരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നീ അങ്ങനെ ചെയ്തില്ലേ, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നീ അങ്ങനെ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുണ്ടാവും എന്നുള്ളതാണ്. നന്ദി ചിലപ്പോൾ പറയണ്ടാവില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കൊടുത്തതിന്. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവർക്കും അവരുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കുകയും കാണുകയും
അതിന് നിങ്ങളോട് താങ്ക്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവർ അത്രയും അധികം വാല്യൂ തരുകയും ചെയ്യും. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഗ്രോത്തിൽ നിങ്ങളും ഒരു ഭാഗമാകണം, നിങ്ങളും വളരണം, അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെയും റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടി ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ചിലരെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും, അവർക്ക് വലിയ നിലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടാവുള്ളൂ. പക്ഷെ യഥാർത്ഥമായിട്ട് തന്റെ പാർട്ട്ണറെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ വളർന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും വളരും. അതായത് ഞാൻ ഇങ്ങനൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ നിന്നെയും ബഹുമാനിക്കണം, നീ എൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ നിനക്കും അതിൽ ഒരു ഉയർച്ച ഉണ്ടാവണം എന്നൊക്കെയാവും അവർ ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ അവരുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുന്ന അതേ രീതിയിൽ നിങ്ങളിലും വളർച്ച ഉണ്ടാകണമെന്ന് സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് മറ്റൊരു സൈനായിട്ട് എടുക്കാം, അവരൊരു ഗ്രീൻ ഫ്ലാഗ് ആണ് എന്നുള്ളതിന്റെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 5 പോയിന്റ്സ് നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും അത്രയധികം സ്നേഹമുള്ള, വാല്യൂ ഉള്ള, നിങ്ങൾ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളത്. അങ്ങനെ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ള ഭാര്യമാരാണ്. സോ ഇനിയിപ്പോൾ അവര് ചിലപ്പോൾ സ്നേഹമൊന്നും വലിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ആയിരിക്കാം. എന്ന് കരുതി സ്നേഹമില്ല എന്നെങ്കിലും വിചാരിക്കരുത്. അവർക്ക് നിങ്ങളോട് അത്രയധികം സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൈനുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. പൊതുവേ പുരുഷന്മാർ സ്നേഹം പുറത്ത് കാണിക്കാൻ അത്രയധികം അറിയാത്ത ആളുകളാണ്. സോ അവരുടെ ലവ് ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട എന്ന് തന്നെ ഞാൻ ഉറച്ചു പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഒരു നല്ല വീഡിയോ ആണ്, ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റാർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്